ഒരു കൂട്ടം ആൾക്കാർ തെങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുള്ളവർ എപ്പോഴും പ്രശ്നക്കാരായിട്ടും മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു പുച്ഛമായിട്ട് കാണുന്നതാണ്. അപ്പം എന്ത് പറയുക, നമ്മുടെ ഇത് പറയുന്നൊരു ഫോഷന്മാരുടെ പിന്നെ ജ്ഞാനികളുടെ മുമ്പേ ഫോഷന്മാരെ ദൈവം തിരഞ്ഞെടുക്കുമെന്ന് പറയും. അങ്ങനെ ഒരു കാര്യമാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ 8ാം ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അവിടെ തൊട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ കോളനിയിൽ നിന്ന് വരുന്നവരാണ്, നമ്മളെ മറ്റുള്ളവർ മാറ്റി നിർത്തിക്കുന്നവരാണ്, കോളനിക്കാർ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ അങ്ങനെയൊക്കെ നമ്മളെ ഒരു വിധത്തിൽ കാണുന്നത്. കൂടെ ഇരുന്ന് പഠിക്കുന്ന ഓരോ കുട്ടികളുടെ ജാതി പറഞ്ഞിട്ട് നിനക്ക് ഇവരുടെ കൂടെ ഇരിക്കാൻ യോഗ്യതയില്ല, നീ ഇവിടെ നിന്ന് പഠിക്കേണ്ടവനല്ല, നീ ഒരാൾ പോയാൽ അതിൽ വേറൊരാൾ അവിടെ കയറി വന്ന് പഠിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ അറിയാത്ത പലരും വീടുകളിലിരുന്ന് കാണുമ്പോൾ അവർ ചിന്തിക്കും, ഈ കുട്ടി അത് ചെങ്ങച്ചിലുള്ള കുട്ടിയാണ്, അവ അങ്ങനെ തന്നെ ആയിരിക്കും. അതാണല്ലോ മുൻവിധി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്നൊന്നും പോവാതെ ഞാൻ അതിൻ്റെ പ്രതികരിച്ചു. കിട്ടുന്ന സ്ഥലത്തൊക്കെ പ്രതികരിക്കുന്നു, പുസ്തകത്തിൽ എഴുതി വെച്ചു, എല്ലാം ചെയ്യുന്നുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ സ്വയം? ധനുജകുമാരി എന്നാണ് എൻ്റെ പേര്. എന്താണ് ജോലി, എന്താ ചെയ്യുന്നത്? ഞാൻ ഹരിതകർമ്മയുടെ അംഗമാണ്. ഹരിതകർമ്മ സേനയെ വർക്ക് ചെയ്യുന്നു. കുടപ്പനക്കുന്ന് ചെട്ടിവിളാകമാറിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പം കണ്ണൂർ സർവകലാശാലയിലെ കുട്ടികൾ പഠിക്കുന്നത് ധനുജയുടെ ഒരു ബുക്കാണ്, അതായത് ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം. അപ്പോൾ എന്ത് തോന്നുന്നു? ഇത് ഏറ്റവും വലിയൊരു പോരാട്ടം തന്നെയാണ്, ഒരു വലിയൊരു വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സന്തോഷം, ആദ്യമേ സന്തോഷം. പിന്നെ ചെങ്കൽ ചൂള എന്ന ഒരു പേര് അത് ചരിത്രത്തിനൊരു ഭാഗമാകുമെന്ന് വെച്ചാൽ എനിക്കിതിലപ്പുറം സന്തോഷമില്ല. കാരണം എൻ്റെ പേരിലല്ല, കാരണം ഞങ്ങളുടെ കോളനിക്കാർ അത്രമാത്രം മറ്റുള്ളവർ അവഗണിച്ച് കാണുന്നവരാണ്. കോളനി എന്ന് പറയാൻ പാടില്ല, ഇപ്പം നമ്മുടെ ചേരി എന്ന് പറയാം, ഒരു കൂട്ടം ആൾക്കാർ തെങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുള്ളവർ എപ്പോഴും പ്രശ്നക്കാരായിട്ടും മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു പുച്ഛമായിട്ട് കാണുന്നതാണ്. അപ്പം എന്ത് പറയുക, നമ്മുടെ ഇത് പറയുന്നൊരു ഫോഷന്മാരുടെ പിന്നെ ജ്ഞാനികളുടെ മുമ്പേ ഫോഷന്മാരെ ദൈവം തിരഞ്ഞെടുക്കുമെന്ന് പറയും. അങ്ങനെ ഒരു കാര്യമാണ്. വളരെ നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പം ഈ ഒരു ബുക്കിലുള്ളിൽ തന്നെ ധനുജയുടെ ജീവിതം തന്നെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ എന്തായിരുന്നു നിറത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പം അങ്ങനെ എഴുതാനുള്ള ഒരു കാരണം എന്താണ്? കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞുനാൾ തന്നെ ഇവിടെയുള്ള കുട്ടികളെല്ലാവരും അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ പോകുന്നവരാണ്. ഒരു സ്കൂൾ പഠനകാലത്ത് ഞങ്ങൾക്കത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പഠിച്ച തമ്പാനൂർ UPSലാണ്. അപ്പോൾ ഈ 7ാം ക്ലാസ് വരെ അവിടെ തമ്പാനൂർ UPSലുള്ളൂ, LP സ്കൂളാണത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന കോളനിയിലെ കുട്ടികളാണ്. അപ്പോൾ ആ സ്കൂളിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മറ്റ് വേർതിരിവൊന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ആൾക്കാരാണ് കൂടുതൽ അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നമ്മളെ വേർപിരിക്കാൻ ആരുമില്ല. പക്ഷേ നമ്മൾ 7ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ 8ാം ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അവിടെ തൊട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ കോളനിയിൽ നിന്ന് വരുന്നവരാണ്, നമ്മളെ മറ്റുള്ളവർ മാറ്റി നിർത്തിക്കുന്നവരാണ്, കോളനിക്കാർ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ അങ്ങനെയൊക്കെ നമ്മളെ ഒരു വിധത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 90 വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറവാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ചുരുക്കം ചിലർ മാത്രമേ കയറി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്തിൻ്റെങ്കിലും പേരിൽ അവർ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം അവർ പഠനം പകുതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ളവരുടെ പാതി വഴി തന്നെ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ളത്. 90 ശേഷമുള്ള കുട്ടികളൊക്കെ മിടുക്കരാണ്, അവർക്ക് നന്നായിട്ട് കുറേ കൂടെ അവർ ടാലൻറ്റഡാണ്. സ്പേസ് കിട്ടുന്നുണ്ട്, അവർ പഠിച്ച് വരുന്നുണ്ട്, അവർ എല്ലാ കാര്യത്തിലും അവർ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ബുക്കിൻ്റെ ഉള്ളിൽ മകൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് എഴുതാനുണ്ടായ ഒരു കാരണം എന്താണ്? മകൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ഇത് നേരിടുന്നെങ്കിലും നമുക്ക് ഒരു ലെവലിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഇതിനകത്തെന്ന് വെച്ചാൽ ജാതി മതം ഒന്നുമില്ല. നമുക്ക് എല്ലാ മതസ്ഥരും എല്ലാ ജാതിക്കാരും എല്ലാ സ്വഭാവക്കാരും എല്ലാവരും കൂടെ കൂടി ഇണങ്ങി ഞങ്ങൾ ജീവിക്കുന്നവർ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരെയും പരസ്പരം മനസ്സിലാക്കാനും എല്ലാ കാര്യത്തിലും നമുക്ക് ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് പറ്റും. പക്ഷേ ഈ കലാമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലത്ത് മകനെ കൊണ്ടാക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവം ഒരു ഭയങ്കര അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അനുഭവം. ഇവിടെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അടുത്തൊരു ജില്ലയിൽ പോയി ഒറ്റയ്ക്ക് പ്രതികരിക്കാനുള്ള അറിയാമല്ലോ. പിന്നെ മക്കളുടെ ഭാവി ശേഷിയില്ലാതെ ഉണ്ടല്ല, കുട്ടിയുടെ ഭാവി നോക്കണമായിരുന്നു. കാരണം ആ കൊച്ചു അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ അവനെ അവിടെ നിന്ന് അവർ പുറത്താക്കുകയാണ് ചെയ്തത്. പുറത്താക്കുന്ന വെച്ചാൽ പറഞ്ഞു വിട്ടു, ഇവിടെ പഠിക്കുക ജാതി പറഞ്ഞു തന്നെ പറഞ്ഞു. കൂടെ ഇരുന്ന് പഠിക്കുന്ന ഓരോ കുട്ടികളുടെ ജാതി പറഞ്ഞിട്ട് നിനക്ക് ഇവരുടെ കൂടെ ഇരിക്കാൻ യോഗ്യതയില്ല, നീ ഇവിടെ നിന്ന് പഠിക്കേണ്ടവനല്ല, നീ ഒരാൾ പോയാൽ അതിൽ വേറൊരാൾ അവിടെ കയറി വന്ന് പഠിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോൻ അവിടുന്ന് വന്നിട്ട് ഞങ്ങൾ അന്നത്തെ സ്പീക്കറായിരുന്ന ചേലക്കര രാധാകൃഷ്ണ സഖാവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി നേരിട്ട് കൊണ്ടുവന്നാക്കി മോനെ അവിടെ. ആ കൊച്ചിനോട് പഠിക്കണമെന്ന് പറഞ്ഞോട് കൊണ്ടാക്കിയത്. പക്ഷേ വീണ്ടും അവനോട് പറഞ്ഞു, മന്ത്രിയല്ല ഇനി ആര് വന്ന് പറഞ്ഞാലും ആ അധ്യാപകൻ ജയിലിൽ കിടക്കേണ്ടി വന്നാലും മോൻ്റെ കൈ അടിച്ചൊടിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ അവനൊരു ഭയമായിപ്പോയി. മോൻ വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ മോൻ്റെ പപ്പ തന്നെ പറഞ്ഞു, എനിക്ക് മോൻ നിൽക്കേണ്ട, കയറി വരാൻ പറഞ്ഞു. അവൻ അന്ന് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങ് കയറി വന്നു. പക്ഷേ ഇന്ന് വരെ ആ കുഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അവർ തിരക്കിയിട്ടില്ല.
അവർ എത്തിയിട്ടുണ്ടെന്ന് തിരക്കിയിട്ടില്ല. ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ അവർക്കറിയാം. പക്ഷെ 3ൻ്റെ അവൻ്റെ TC അവർ നമുക്ക് അയച്ചു തന്നു. മനസ്സിലായില്ലേ? എന്നിട്ട് അവർ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും ചാനലുകാരോ പത്രക്കാരോ ഇവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ നിന്നെക്കുറിച്ച് മോശമായിട്ട് സീനിയേഴ്സിനെ കൊണ്ട് പറയിപ്പിക്കും. ശരിയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ്, മാധ്യമം സോഷ്യൽ മീഡിയയൊക്കെ നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഈ കാലത്ത്. കാരണം നമുക്ക് നല്ല രീതിയിൽ എന്ത് പ്രശ്നങ്ങൾ വെളിയിൽ കൊണ്ടുവരുവാനും അതിന് കുറേയൊക്കെ സത്യം തെളിയിക്കാനും അവരെ കൊണ്ടൊക്കെ പറ്റും സോഷ്യൽ മീഡിയയും. പക്ഷേ ഒരു കാര്യം, എപ്പോഴും നമ്മുടെ മാത്രമല്ല പ്രശ്നം, അടുത്ത ദിവസം അവർക്ക് വേറൊരു പ്രശ്നം വരും. ഇവരെ കൊണ്ട് അവർക്കും ആവശ്യമുണ്ടല്ലോ, അവരങ്ങോട്ട് ഓടണം. അപ്പം നമ്മളെ പ്രശ്നം അതിന് ഇതായിപ്പോവും. മനസ്സിലായില്ല? അപ്പം ഞാൻ ചിന്തിച്ചു, അതൊരു വാർത്ത TV-യിലൊക്കെ കാണുമ്പം നമ്മളറിയാത്ത പലരും വീടുകളിലിരുന്ന് കാണുമ്പോൾ അവർ ചിന്തിക്കും, ഈ കുട്ടി അത് ചെങ്കച്ചുള്ള കുട്ടിയാണ്, അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. അതാണല്ലോ മുൻവിധി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്നൊന്നും പോവാതെ ഞാൻ അതിൻ്റെ പ്രതികരിച്ചു. കിട്ടുന്ന സ്ഥലത്തൊക്കെ പ്രതികരിക്കുന്നു, പുസ്തകത്തിൽ എഴുതി വെച്ചു, എല്ലാം ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിക്ക് പോകാൻ മോനെ ഇവിടെ മോഡൽ സ്കൂളിൽ കൊണ്ടുവന്ന് മോൻ പഠിച്ചു. വീണ്ടും മോൻ്റെ അനിയൻ സുധീഷ് അവനോട് പഠിക്കുന്നു. അവനും രണ്ടുപേരോട് ചേർന്ന് അവിടെ തന്നെ ഒരു ചെണ്ടമേള ടീം അവർ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ രൂപീകരിക്കുക. ഓർക്കസ്ട്ര, ചെണ്ടതായ്മ, ഡ്രം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഇതിലും അവർ പങ്കെടുക്കുകയും A ഗ്രേഡ് നേടുകയും ചെയ്തു. ലാസ്റ്റ് അവൻ +2 പാസ്സായപ്പം ലാസ്റ്റ് കലോത്സവം തൃശ്ശൂർ വെച്ചായിരുന്നു. അവിടെയും പോയി A ഗ്രേഡ് നേടിക്കൊണ്ട് അവൻ എവിടെ പുറന്തള്ളിയോ അവിടെയും പോയി അവൻ ജയിച്ചു തന്നെ വന്നു. അതൊക്കെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, ഈ പുസ്തകം വരെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല. പക്ഷെ അത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരാളുടെ വിജയമല്ല, ഈ ചെങ്കച്ചുള്ളക്കാരുടെ ഓരോരുത്തരുടെയും ഒരു എന്ത് പറയുക, ഞങ്ങളുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അപ്പം ഞങ്ങളുടെ കോളനിയിലുള്ള എല്ലാവർക്കും അത് അഭിമാനമാണ്. അതേപോലെ തന്നെ ഇപ്പം എന്താ പറയുക, ഈ ഒരു പുസ്തകം വലിയൊരു കോളിളക്കം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പുസ്തകം എഴുതാൻ ആരാണ് ശരിക്കും ഉള്ളിൽ നിന്നൊരു പ്രചോദനം തന്നത്? ഇല്ല, എഴുത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പണ്ടേ എഴുതുമായിരുന്നു. 4ാം ക്ലാസ് തൊട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചേക്കെ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ CSI ബാലിക മന്ദിരത്തിലാണ് പഠിച്ചത്. കൊല്ലത്താണ് ഇന്ന് പഠിച്ചത്, 4 തൊട്ട് 6ാം ക്ലാസ് വരെ. ആ 2 വർഷത്തെ പഠനത്തിനിടയ്ക്ക് അവിടെ സിസ്റ്റേഴ്സൊക്കെ ദിവസവും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ പറയും. എന്നിട്ട് ഓരോ ദിവസം അതിൻ്റെ നമ്മൾ എത്രണ്ണം നെഗറ്റീവായി എത്രണ്ണം പോസിറ്റീവ് എന്ന് നോക്കുക. പക്ഷേ അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ അത് കൂടെ ഉണ്ടായിരുന്നു. എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിൽ മലയാളം നന്നായിട്ട് എഴുതുകയും മലയാളം നന്നായിട്ട് വായിക്കുകയും ചെയ്യും. മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതുന്നതിൽ കൂടുതൽ മുന്നില്ല. പക്ഷേ എഴുതി വെക്കാനുള്ള ഷോക്കേഴ്സുകളോ ഒരു മേശയോ ഒരു പേനയോ ഒരു ബുക്കോ എനിക്കില്ല എന്നുള്ള വാസ്തവമാണ്. പക്ഷേ കിട്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് എഴുതാൻ തോന്നുന്നത് ചിലപ്പോൾ വായിച്ച് കളഞ്ഞ പത്രത്തിലായിരിക്കും എഴുതുന്നത്, അക്ഷരങ്ങളുടെ പുറത്തുകൂടെ എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. കാരണം സൂക്ഷിച്ച് വെക്കേണ്ട അവസ്ഥകളോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ലായിരുന്നു, കുറിക്കും, അത്ര തന്നെയായിരുന്നു. പിന്നത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ കോളനിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ തിരക്കി വരികയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടേതായ വിഷയങ്ങൾ ഞാൻ ശബ്ദം ഉയർത്തി തന്നെ അവരോട് ഞാൻ സംസാരിക്കും. കാരണം നമ്മുടെ ആവശ്യങ്ങളാണല്ലോ, നമ്മൾ മിണ്ടാതിരുന്ന് നമുക്ക് നടക്കില്ലല്ലോ. അങ്ങനെ നമുക്ക് 2013 ഇടാം സാംസ്കാരിക പരിപാടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, കുറച്ച് കലാകാരന്മാരെ, എഴുത്തുകാരുടെ, സാഹിത്യകാരന്മാരെ കൂടെ ചേർന്ന് ഞങ്ങളുടെ കോളനിയിൽ അവർ വെക്കാനത് തീരുമാനിച്ചു, കോളനിയുടെ ഇടയിലുള്ള ആൾക്കാരുമായിട്ട്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ തിരക്കിയാണ് കലാകാരൻ നിലയ്ക്കാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. പുള്ളിയില്ലായിരുന്നു, പുള്ളി പ്രോഗ്രാമിന് പോയത്. അപ്പോൾ ഞാനാണ് അവരോട് സംസാരിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും, കലാമണ്ഡലത്തെ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ അന്ന് മാധ്യമത്തിൽ വർക്ക് ചെയ്തിരുന്ന പിന്നെ ചിന്തയിലായിരുന്നു PP സത്യൻ എന്ന് പറയും എഴുത്തുകാരൻ. സത്യേട്ടനാണ് എന്നോട് പറയുന്നത്, അതിനൊരു കാര്യം ചെയ്യും, നമുക്ക് അക്ഷരങ്ങൾക്കെന്നും അതിൻ്റെതായ ഒരു മഹിമയും മഹത്വവും ഉണ്ട്, അതൊരു പുസ്തകമാക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു. നിങ്ങളൊരു പുസ്തകമാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളത് വായിക്കാതെ ഇരിക്കില്ല, ഒരാളുടെ മനസ്സിലിങ്ങനെ തട്ടാതിരിക്കില്ല, എപ്പോഴായിരുന്നു ഇതിനൊരു ഫലം നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ പുസ്തകം ആക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എനിക്കത് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി എടുക്കാൻ വേണ്ടി എനിക്കൊരു സഹായം ആയിട്ടാണ് എൻ്റെ വിജില ചിറപ്പാടുന്ന കുട്ടിയാണ് എനിക്ക് എഡിറ്റ് ചെയ്തതിൻ്റെ പുസ്തകം എന്നോട് എഴുതാൻ സഹായിച്ചത്. വിജിലയാണ് എന്നെ സഹായിച്ചത്. വിജില എനിക്ക് 100% വിജിലയോട് എനിക്ക് ആത്മാർത്ഥമുണ്ട്. കാരണം വിജിലയോട് ഞാൻ പറഞ്ഞു, ഒരു 9ാം ക്ലാസ്സുകാരുടെ എഴുത്താണ് എനിക്ക് ആവശ്യം, നിങ്ങളുടേതായ സാഹിത്യത്തിലും കടിച്ചാപ്പൊട്ടാത്ത വാക്കുകളൊന്നും എഴുതണം, എനിക്ക് എൻ്റെതായ ഇത്ര വിദ്യാഭ്യാസമേ ഉള്ളൂ, എൻ്റെ അനുഭവങ്ങൾ ഞാൻ തരുന്ന പോലെ എഴുതണമെന്ന് പറഞ്ഞു. 100% ആ കുട്ടി അത് അങ്ങനെ തന്നെ എഴുതി. മനസ്സിലായില്ല, ഒരു വാക്ക് പോലും മാറ്റിയിട്ടില്ല ആ കുട്ടി. ഞാൻ എന്തുദ്ദേശിച്ചോ, എൻ്റെ ഹസ്ബൻഡിനെ, അതെ, എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിക്കുന്നത് അണ്ണ എന്നാണ്. കാരണം ഞങ്ങളുടെ അടുത്തിടെ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അണ്ണാന്ന് വിളിക്കുന്നെങ്കിൽ ആ അണ്ണ എന്നുള്ള വാക്ക് തന്നെ വരണം. ഞാൻ എന്തിരെന്ന് പറഞ്ഞാൽ എന്തിരേനെ എനിക്ക് വരണം എന്ന് ഞാൻ ആ കുട്ടിയോട് വാശി പിടിച്ചിരുന്നു. അത് അങ്ങനെ തന്നെ കൊച്ചു ചെയ്ത്, അത് വളരെ ആ കുട്ടിയെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പുസ്തകം എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നത്? അത് വിജിലയാണ് എന്നെ വിളിച്ച് അറിയിച്ചത്, ചേച്ചി നമ്മുടെ പുസ്തകം ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. വിജിലയാണ് എനിക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ എനിക്ക് അയച്ചു തരുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും എങ്ങനെ വന്നാലും ഞാനതിൽ ഹാപ്പിയാണ്.
ഞാൻ സന്തോഷിക്കുന്നത്. കാരണം എനിക്കതൊരു അഭിമാനമാണ്. എൻ്റെ പേരിനേക്കാളും ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞ സ്ഥലം വരണം. അതിന് ഇപ്പം ഞാനായിരുന്നാലും എൻ്റെ ഹസ്ബൻഡായിരുന്നാലും എൻ്റെ മക്കളായിരുന്നാലും അല്ലെങ്കിൽ ഇവിടെ വളർന്നു വരുന്ന ഓരോ തലമുറയും അവരുടെ ഒരു പേരിനോടൊപ്പം ആ ചെങ്കൽച്ചൂള ഞാൻ എന്നും എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സ്ഥലമാണ് ചെങ്കൽച്ചൂള. അതിൽ ഞാൻ അഭിമാനിക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പദവി, ഞാൻ പദവി എന്നാണ് പറയുന്നത് ആ വാക്കിനെ. നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അതും 1-2 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കല്ല, MAക്കും BAക്കും പഠിക്കുന്ന കുട്ടികൾക്ക് 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള എന്താ പറയുക, ഒരു കാലത്ത് പുറന്തള്ളപ്പെട്ട ഇന്നും മറ്റുള്ളവർക്ക് അങ്ങ് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തെ പഠിക്കാൻ ഒരു പാഠപുസ്തകമാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു വളരെ അഭിമാനമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങളുടെ വിജയമാണ്. തീർച്ചയായിട്ടും അത് ഇനി ചരിത്രത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു. ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഇത് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതെന്തായാലും ഇനി ആരെ കൊണ്ടും തുടച്ചു നിൽക്കാൻ പറ്റത്തില്ല. ചെങ്കൽച്ചൂള എന്താണ് എന്നുള്ളത് തിരുവനന്തപുരത്തിന് പുറത്തുള്ള വ്യക്തികളും ഇനി അറിയും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? താങ്ക് യു. അതാണ് ഞങ്ങളുടെ ഒരു അഭിമാനം. കാരണം എന്ത് പറഞ്ഞാലും മതിയാകില്ല ഞങ്ങൾക്ക് അത്രയും. കാരണം അത്രയും ഫൈറ്റ് ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ എന്ത് പറയാം, ഈ കോളനി എന്ന് പറഞ്ഞാൽ ഫാൻസുകാരുടെ ചെങ്കൽച്ചൂള വെച്ച് മറ്റുള്ളവരുടെ എല്ലാവരുടെ വിജയവും ഞങ്ങൾ ആഘോഷമാക്കാറുണ്ട്. ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് വന്നാലും, ഇപ്പോൾ ഒരു മോഹൻലാലിൻ്റെ സിനിമ വന്നാലും, മമ്മൂട്ടിയുടെ സിനിമ വന്നാലും, പിന്നെ വിജയുടെ സിനിമ വന്നാലും, ആരുടെ സിനിമ വന്നാലും ഞങ്ങൾക്ക് ഇവിടുത്തുകാർക്ക് അങ്ങ് ആഘോഷമാണ്. പക്ഷെ ഞങ്ങളുടെ ഒരാളുടെ വിജയം ആരും അറിയാറില്ല, ആരും ആഘോഷിക്കാറില്ല. പക്ഷേ ഇനി അവർക്ക് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അത് അംഗീകരിക്കണം. അത് ഇപ്പോഴും അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണത്. അതെ, അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ചിലപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്കിപ്പോൾ കുറേ ഒന്നും കിട്ടില്ലായിരിക്കും. പക്ഷെ ഞങ്ങളുടെ പേരും ചരിത്രത്തിലുണ്ടല്ലോ, അതിനി മാറ്റില്ലല്ലോ, അതും മതി. ഇപ്പം ഈ പുസ്തകം കണ്ണൂരിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ കുട്ടികളോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. പിന്നെ വേറെ കുറേ കുട്ടികളിങ്ങനെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ ചെങ്കൽച്ചൂളയാണ് എടുത്തിരിക്കുന്ന, അങ്ങനെ ചേച്ചീൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഈ പുസ്തകം അവിടെ ഇത് ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ വിളിച്ചിട്ടുണ്ട് അതിന്. പിന്നെ ഇനി അവർ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അംഗീകാരമല്ലേ, നമ്മൾ അവരെ ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നവരുടെ നല്ല മനസ്സാണല്ലോ. തീർച്ചയായിട്ടും അവർ വിളിച്ചാൽ തീർച്ചയായിട്ടും എവിടെയായിരുന്നാലും പോകാൻ സന്തോഷമാണ്.